1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മലപ്പുറം അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ ഫുട്ബോൾ മത്സരത്തിന്റെ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറെ കാണികൾ ആക്രമിച്ച കേസിൽ അരീക്കോട് പോലീസ് ഹസൻ ജൂനിയറിന്റെ മൊഴിയെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വംശീയമായി അധിക്ഷേപിച്ചുവെന്നും അതിക്രൂരമായാണ് ആക്രമിച്ചതെന്നും ഹസൻ ജൂനിയർ പറയുന്നു. എന്നാൽ ഹസൻ ജൂനിയറാണ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായിരുന്നത്. ന്യൂ ലാല പൂക്കളത്തൂരും വാസ്ക് വെള്ളേരിയും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിനിടെ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിനെതിരെ ആക്രമണം നടക്കുകയായിരുന്നു. കാണികളിൽ ചിലർ ബ്ലാക്ക് മങ്കി, ബ്ലാക്ക് മാൻ തുടങ്ങി വംശീയാധിക്ഷേപം നടത്തുകയും കല്ലെടുത്തെറിയുകയും ചെയ്തുവെന്നാണ് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഹസൻ ജൂനിയർ പ്രകോപിതനാവുകയും കാണികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തതോടെയാണ് അക്രമം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഹസൻ ജൂനിയറെ ഗ്രൌണ്ടിലൂടെ ഓടിച്ച് മർദ്ദിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹസൻ ബെന്നയെ കാലുവെച്ച് വീഴ്ത്തി വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. കൂട്ടം കൂടി അക്രമത്തിന് കാണികൾ മുതിർന്നപ്പോൾ സംഘാടകരുടെ അവസരോചിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായതെന്ന് സ്പോൺസർ പറയുന്നു. ഈ ഹസൻ ജൂനിയർ എന്ന് പറയുന്ന ഈ ഐവറി കോസ്റ്റ് താരത്തെ എതിർ ടീമിൻ്റെ ആരാധകരായ ഒരു കൂട്ടം ആളുകൾ റേഷ്യലായിട്ട് ഹരാസ് ചെയ്തു. ആദ്യം ഹരാസ് ചെയ്തപ്പം ഈ ഹസൻ ജൂനിയർ എന്ന് പറയുന്ന ഈ കളിക്കാരൻ അത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അയാളെ കല്ലെടുത്ത് തലക്കെറിഞ്ഞു. അപ്പോൾ തലക്കെറിഞ്ഞ സമയത്ത് അയാൾ തിരിഞ്ഞു വന്നപ്പോൾ സമയത്ത് ഇയാൾ ആക്രമിക്കുകയാണുണ്ടായത്. ആക്രമിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഗ്രൗണ്ടിൽ ഉടനീളം ഓടിച്ചിട്ടടിക്കുകയാണ് ചെയ്തത്. കമ്മിറ്റിക്കാർ അസോചിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കളിക്കാരന് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇവരൊക്കെ വളരെ പേടിയിലാണിപ്പോൾ. ഇത്തരത്തിലുള്ള ഓഡിയൻസ് ഇങ്ങനെ ഇടപെടുന്നത് മൂലം വിദേശ കളിക്കാരായ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. മലപ്പുറം എസ്.പിക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് അരീക്കോട് പോലീസാണ് മൊഴിയെടുത്തത്. തുടർന്ന് കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അരീക്കോട് പോലീസ് കേസെടുത്തത്. ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, കുറ്റകരമായ നരഹത്യാശ്രമം, ആക്രമിച്ചു പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സംഭവത്തിൽ ഐവറി കോസ്റ്റ് എംബസിയും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.